Hello my dear students, welcome back to digestion and absorption chapter. In the last video we discussed about small intestine, liver, pancreas, and in this video we are moving on to the continuation of our small intestine, that is large intestine. So let us move to large intestine. Do you see the irony in it? Large intestine എന്ന് പറഞ്ഞിട്ട് small intestine 1/4 ലെന്ത് മാത്രമേ ആരുള്ളൂ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉള്ളൂ. വൈ ഇറ്റ് ഈസ് കോൾഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ? പിന്നെ എന്തിനാ അതിനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് വിളിക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഹാസ് മോർ വിഡ്ത്ത് ഓർ ബ്രെഡ്ത്ത് ദാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനേക്കാളും കൂടുതൽ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആർക്കുണ്ട്? ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. ദാറ്റ് ഈസ് വൈ വി കോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആസ് ലാർജ്. അതുകൊണ്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈനെ ലാർജ് എന്ന ടേം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. So let us move to different parts of large intestine. Large intestine mainly consists of 3 parts. How many parts? 3 parts. The first part of large intestine is cecum. C-A-E-C-U-M. Cecum. First part of large intestine is cecum. Here we can see the cecum. This cecum is the continuation of the third part of small intestine, that is ileum. So cecum is the continuation of third part of small intestine. So you can guess that small intestine തീർന്ന് large intestine തുടങ്ങണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗേറ്റ് വേണം. We need a gate there, and that gate between ileum and cecum is called ileocecal valve. ഇലിയോസീക്കൽ വാൾവ്. അപ്പോൾ ഇലിയവും സീക്കവും തമ്മിലുള്ള ഗേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലിയോസീക്കൽ വാൾവ്. സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും തമ്മിലുള്ള ഗേറ്റ് ഇലിയോസീക്കൽ വാൾവ്. സോ ദിസ് സീക്കം ഈസ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലൈൻഡ് സാക്ക്. എന്താണ് ബ്ലൈൻഡ് സാക്ക്? സാധാരണ നമ്മുടെ ചാക്ക് പോലെ തന്നെയാണ്. ബ്ലൈൻഡ് സാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരെൻഡ് ഓപ്പണും മറ്റൊരെൻഡ് ക്ലോസ്ഡും. ഈ സീക്കത്തിൻ്റെ ഒരെൻഡ്, അതായത് ഇലിയം ഓപ്പൺ ചെയ്യുന്ന എൻഡ് ഓപ്പൺ ആണ്. എന്നാൽ സീക്കത്തിന്റെ ദി അതർ എൻഡ് ഓഫ് സീക്കം ഇറ്റ് കണ്ടിന്യൂസ് ആസ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് സീക്കത്തിന്റെ അതർ എൻഡ് കണ്ടിന്യൂ ചെയ്യും. That means we can conclude that സീക്കത്തിന് ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ, മറ്റേ ഓപ്പണിംഗ് കണ്ടിന്യൂവേഷൻ ആണ്. That is why we call cecum as a blind sac. അതുകൊണ്ടാണ് നമ്മൾ ഈ സീക്കത്തിന് എന്തെന്ന് വിളിക്കുന്നത്? ഒരു ബ്ലൈൻഡ് സാക്ക് എന്ന് വിളിക്കുന്നത്. My dear students, you know our cecum host many microorganism. സീക്കം ഒരുപാട് മൈക്രോബ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശരീരത്തിൽ നമ്മുടേതായ സെല്ലുകളെക്കാളും 10 ഇരട്ടി കൂടുതലാണ് നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോബിയൽ സെല്ലുകൾ, നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്. അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഹോസ്റ്റ് ചെയ്യുന്ന ശരീരത്തിലെ ഒരു ഏരിയയാണ് നമ്മുടെ ഈ സീക്കം. They exhibit a relationship. ഈ സീക്കവും ഈ മൈക്രോ ഓർഗാനിസംസും ഒരു റിലേഷൻഷിപ്പ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീക്കം ആൻഡ് മൈക്രോ ഓർഗാനിസം ഈസ് കോൾഡ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഓർ മ്യൂച്വലിസം. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മ്യൂച്വലിസം. എന്താണ് ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മ്യൂച്വലിസം എന്ന് പറയുന്നത്? ദിസ് മീൻസ് മൈക്രോ ഓർഗാനിസത്തിന് താമസിക്കാനായിട്ട് ഒരു ഷെൽട്ടർ നമ്മുടെ ബോഡിയിലെ പാർട്ടായ സീക്കം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മൈക്രോ ഓർഗാനിസത്തിന് ഒരു ബെനിഫിറ്റ് കിട്ടുകയാണ്. അറ്റ് ദി സെയിം ടൈം ദീസ് മൈക്രോ ഓർഗാനിസംസ് പ്രൊവൈഡ് വൈറ്റമിൻസ് ആസ് വെൽ ആസ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ. നമ്മുടെ സീക്കത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ശരീരത്തിൽ വൈറ്റമിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുകയും ഡൈജഷനെ സഹായിക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് സീക്കത്തിനും ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, നമ്മുടെ ബോഡിക്കും ഹെൽപ്ഫുൾ ആകുന്നുണ്ട്, മൈക്രോ ഓർഗാനിസത്തിന് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ദാറ്റ് മീൻസ് ബോത്ത് ഓഫ് ദം ആർ ഗെറ്റിംഗ് ബെനിഫിറ്റഡ്. രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻ ഈസ് കോൾഡ്
symbiotic relationship or mutualism. My dear students, you can see here a finger-like projection from our cecum. Cecathil ninnoru finger-like projection ningalku കാണാം. And this finger-like projection from cecum is called vermiform appendix. Is called vermiform appendix. Is called vermiform appendix. Vermiform appendix is actually a vestigial organ. Vermiform appendix എന്ന് പറഞ്ഞാൽ ഒരു vestigial organ ആണ്. എന്താണ് vestigial organ എന്ന് പറയുന്നത്? വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികരിൽ യൂസ്ഫുള്ളായി നിലനിന്നിരുന്ന ഒരു ഓർഗനും എന്നാൽ നമുക്ക് യൂസ്ഫുൾ അല്ലാത്തൊരു ഓർഗനുമാണ് വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദിസ് വെർമിഫോം അപ്പൻഡിക്സ് ഈസ് ആക്ച്വലി എ വെസ്റ്റീജിയൽ ഓർഗൻ ഫോർ അസ്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ബിക്കം എ ബർഡൻ ഫോർ അസ് ഡ്യൂറിങ് മെനി ടൈംസ്. പല സമയങ്ങളിലും നമുക്കതൊരു ബർഡനായി മാറുകയും ചെയ്തിട്ടുണ്ട്. I believe some of you have experienced a condition called appendicitis. അതായത് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് എല്ലാം എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഈ വെർമിഫോം അപ്പൻഡിക്സിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇവഞ്ച്വലി ലീഡ്സ് ടു ഇൻഫെക്ഷൻ. അതിന് അവസാനം ഇൻഫെക്ഷനിലോട്ട് നയിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് appendicitis. It is a very painful condition, appendicitis. So that appendicitis ന്റെ culprit ആയി മാറുന്നത് നമ്മുടെ ഈ vermiform appendix ആണ്. This vermiform appendix, and that vermiform appendix is a part of cecum. So that's all about cecum. This cecum now continues as the second part of the large intestine. ഒരു ബോർഡർ പോലെയുള്ള ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സെക്കൻഡ് പാർട്ടായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് കോൾഡ് കോളൻ. COLON. കോളൻ. ദിസ് കോളൻ ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻടു 4 പാർട്സ്. 4 പാർട്ടുകളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് അസെൻഡിങ് കോളൻ, അവിടുന്ന് ഹൊറിസോണ്ടലി ട്രാൻസ്വേഴ്സ് കോളൻ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഡിസെൻഡിങ് കോളൻ, പിന്നെ ഒരു എസ് ഷേപ്ഡ് കോളൻ അല്ലെങ്കിൽ സിഗ്മ ഷേപ്ഡ് കോളൻ, സിഗ്മോയിഡ് കോളൻ. അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ ആൻഡ് സിഗ്മോയിഡ് കോളൻ. സോ 4 parts are there for colon: ascending colon, transverse colon, descending colon and sigmoid colon. This sigmoid colon continues as the third part of large intestine. സിഗ്മോയിഡ് കോളൻ എന്തായി കണ്ടിന്യൂ ചെയ്യുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ തേർഡ് പാർട്ട് ആയിട്ട്. ആൻഡ് ദാറ്റ് തേർഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് റെക്റ്റം. RECTUM, റെക്റ്റം. സോ കോളൻ കണ്ടിന്യൂസ് ആസ് റെക്റ്റം. കോളൻ എന്തായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? റെക്റ്റമായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. റെക്റ്റം ഈസ് എ പ്ലേസ് വേർ ദി അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽ, ദി ഫീക്കൽ മാറ്റർ is temporarily stored. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയലും ഫീക്കൽ മാറ്ററും താൽക്കാലികമായി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന പാർട്ടാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ തേർഡ് പാർട്ടായ റെക്റ്റം. ഡ്യൂറിംഗ് ദി ടൈം ഓഫ് ഡിഫിക്കേഷന്റെ സമയത്ത് ദി റെക്റ്റം ഓപ്പൺസ് ഔട്ട് ഓഫ് ദി ബോഡി ത്രൂ ഏനസ് ഓർ ഏനൽ ഓപ്പണിംഗ്. റെക്റ്റം ബോഡിയുടെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു ത്രൂ ഏനസ് ഓർ ഏനൽ ഓപ്പണിംഗ് ഡ്യൂറിംഗ് ഡിഫിക്കേഷൻ. എന്താണ് ഡിഫിക്കേഷൻ? റെക്റ്റത്തിൽ ടെമ്പററിലി ആയി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫീക്കൽ മാറ്ററിനെ അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഡിഫിക്കേഷൻ. ആ ഡിഫിക്കേഷന്റെ സമയത്ത് റെക്റ്റം ബോഡിക്ക് പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്നത് through anus or anal opening. So that sums up our large intestine. Large intestine cecum ഉണ്ട്. സീക്കത്തിൽ ഒരു വെസ്റ്റീജിയൽ ഓർഗനായ വെർമിഫോം അപ്പൻഡിക്സ് ഉണ്ട്. സെക്കൻഡ് പാർട്ടായിട്ട് ഒരു കോളൻ ഉണ്ട്. കോളന് 4 പാർട്ട് ഉണ്ട്. ആൻഡ് ദി ഫൈനൽ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് റെക്റ്റമാണ്. റെക്റ്റം ഔട്ട്സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുന്നത് ഏനസ് അല്ലെങ്കിൽ ഏനൽ ഓപ്പണിംഗ് വഴിയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലാർജ് intestine. So we completed the entire digestive system. So now it's time for you to recollect each and every part of our digestive system without my presence.
you all did it fine. With the anatomy of our digestive system, we'll be back to you in the next video. Thank you.